Okay, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് that is the last portion under NEET, that is their reproduction. So first of all, what is reproduction? It is the fusion of male and female gamete. So in this plant you can see the plants may be dioecious. There is separate male and female cone in this plant, but here the peculiarity is that നമ്മളിവിടെ കോണ് എന്ന് ഉപയോഗിക്കുന്നതിന് പകരം സ്ട്രോബൈലേസ് അല്ലെങ്കിൽ ഇൻഫ്ലോറസെൻസ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഈ ഒരു കോണിനെ കുറിച്ചിട്ട് പറയാറുണ്ട്. കാരണം എന്താ വെച്ചാൽ നൗ ദ ട്രെൻഡ് ഈസ് ഷിഫ്റ്റിംഗ് ടുവേർഡ്സ് ആൻജിയോസ്പേം അല്ലേ. ദിസ് കംസ് അണ്ടർ എന്താണ് ലാസ്റ്റ് ആ നീറ്റോപ്സിഡ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സിലാണ് വരുന്നത്. ദിസ് ഈസ് ദ ലാസ്റ്റ് മെമ്പർ of gymnosperm, or which is the connecting link between angiosperms and gymnosperm. So the terms must be changed അല്ലേ. ഫ്ലവർ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. ലീഫ് വന്നു, കോമ്പൗണ്ട് ലീഫ് മാറിയിട്ട് സിമ്പിൾ ലീവ്സുകൾ വന്നു, റെറ്റിക്കുലേറ്റ് വീനേഷൻ വന്നു. സോ ദ ട്രെൻഡ് ഈസ് ഷിഫ്റ്റിംഗ് ടുവേർഡ്സ് ആൻജിയോസ്പേം. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ റീപ്രൊഡക്ഷൻ്റെ ഇതിനകത്ത് മെയിൽ ഫ്ലവർ എന്ന് പറയാം, ഫീമെയിൽ ഫ്ലവർ എന്നൊക്കെ പറയാം. സോ ഡോണ്ട് ബി കൺഫ്യൂസ്ഡ് വിത്ത് അഡ്വാൻസ്ഡ് ആൻജിയോസ്പേമസ് flowers. It is still, it comes under gymnosperm, but it is having similarity with the angiosperm. അത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നീറ്റത്തിൻ്റെ റീപ്രൊഡക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഡയേഷ്യസ് ആണെന്ന് പറഞ്ഞു അല്ലേ. മെയിൽ കോൺ ഉണ്ട്, ഫീമെയിൽ കോൺ ഉണ്ട്. സോ ഒരു കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കോണിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഈ റെപ്രസെൻറ്റേഷനിൽ കൊടുത്തിട്ടുള്ളത്. കോണിന് ഒരു ആക്സിസ് ഉണ്ട്, അതല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ഉണ്ട്. അറൗണ്ട് ദ സ്റ്റോക്കിന് ചുറ്റും ബ്രാക്റ്റുകൾ അറേഞ്ച് ചെയ്തിട്ട് ഇതുപോലത്തെ സ്ട്രക്ചേഴ്സ് ഫോം ചെയ്തിട്ടുണ്ടാവും. ഇതിനെയാണ് കോളർ എന്ന് പറയുക, കോളേഴ്സ്. ഓക്കെ, ഇനി ഇൻ ടേൺ ഈ ഒരു ഹോൾ കോൺ സ്ട്രക്ചർ അറൈസ് ചെയ്യുന്നത് എവിടുന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്രം ബ്രാക്റ്റുകൾ പരസ്പരം ഇങ്ങനെ കൊണ്ണേറ്റ്ലി അറേഞ്ച്ഡ്, അഥവാ പരസ്പരം തൊട്ട് വളരെ ഫ്യൂസ് ചെയ്തിട്ട് ഒരു കൊണ്ണേറ്റ് അറേഞ്ച്മെൻറ്റ്, CONNAT, കൊണ്ണേറ്റ്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ബ്രാക്റ്റ് ഒരു കപ്പ് പോലത്തെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്തിട്ട് അതിനകത്തു നിന്നാണ് ഈ ഇൻഫ്ലോറസൻസിൻ്റെ സ്റ്റോക്ക് അറൈസ് ചെയ്യുന്നത്. ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത് സ്റ്റോക്കിന് ചുറ്റും ആരെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും? ബ്രാക്റ്റുകളുണ്ട്. ബ്രാക്റ്റുകൾ ഒരു കപ്പ് ലൈക്ക് പോലത്തെ ഒരു സ്ട്രക്ചറാണ് ഫോം ചെയ്യുക. അതിനെയാണ് കോളേഴ്സ് എന്ന് പറയുക. ഈ കോളേഴ്സിനകത്തിൽ നിന്നും അല്ലെങ്കിൽ കോളേഴ്സിൽ നിന്നുമാണ് എന്ത് വരിക? മെയിൽ റീപ്രൊഡക്റ്റീവ്, മെയിൽ കോൺ ആണെങ്കിൽ മെയിൽ ഫ്ലവേഴ്സ് വരും. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഫീമെയിൽ കോൺ ആണെങ്കിൽ ഒവ്യൂൾ അറൈസ് ചെയ്യും. അപ്പോൾ മെയിലിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫീമെയിൽ ആണെങ്കിൽ ഒവ്യൂളാണ് വരിക. അപ്പോൾ കോണിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് രണ്ടിനും സെയിം ആണ്, അത് മനസ്സിലാക്കുക. അപ്പോൾ ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺ ആസ് ഓവർ. ദെൻ കംസ് മെയിൽ കോൺ. മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെയിൽ കോൺ അല്ലെങ്കിൽ മെയിൽ സ്ട്രോബൈലസ്. മെയിൽ കോൺ അറൈസ് ഫ്രം എ ബ്രാക്ട്, ഒരു ബ്രാക്റ്റിൽ നിന്നുമാണ് അറൈസ് ചെയ്തു വരുന്നത്. ഓക്കെ, ദെൻ ഈ സ്റ്റോക്കിനകത്ത് 10 to 25 ബ്രാക്ട്സ് ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്തിട്ടുണ്ടാവും. ബ്രാക്റ്റുകൾ പരസ്പരം ഇങ്ങനെ ഫ്യൂസ് ചെയ്തിട്ട് ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്തിട്ടുണ്ടാവും. ബ്രാക്റ്റ് വിൽ ഫോം എ കപ്പ് ലൈക്ക് സ്ട്രക്ചർ. ദാറ്റ് കപ്പ് ലൈക്ക് സ്ട്രക്ചർ ഈസ് നോൺ ആസ് ക്യുപ്യൂൾ. ഈ ക്യുപ്യൂളിനകത്ത് അപ്പോൾ കോളർ എന്ന് പറയുന്ന സാധനത്തിൻ്റെ മെയിൽ സ്ട്രോബൈലസിലുള്ള പേരാണ് എന്ത്? ക്യുപ്യൂൾ എന്ന് പറയുന്ന ആ കപ്പ് ലൈക്ക് സ്ട്രക്ചർ. ഈ കപ്പ് ലൈക്ക് സ്ട്രക്ചറിൽ നിന്നുമാണ് 3 to 6 വേൾഡ്സ് ഓഫ് എന്താ റൈസ് ചെയ്യുക? മെയിൽ ഫ്ലവേഴ്സ് റൈസ് ചെയ്യുക. ഇതാണ് അതിൻ്റെ ചിത്രം. നോക്കിയേക്ക്, കപ്പ് ലൈക്ക് ക്യുപ്യൂളിനകത്ത് നിന്നും മെയിൽ ഫ്ലവേഴ്സ് ഇങ്ങനെ വേൾഡിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. 3 തൊട്ട് 6 വരെയുള്ള മെയിൽ ഫ്ലവേഴ്സ് ഇങ്ങനെ ഒരു ആ ക്യുപ്യൂളിന് ചുറ്റും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിൽ സ്ട്രോബൈലസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് മെയിൽ ഫ്ലവർ ഇങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഇതാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ ഉള്ള വിളക്ക് കൊളുത്തണ ആ ഒരു ഇതുണ്ടല്ലോ, വിളക്കുണ്ടല്ലോ, കൽവിളക്ക് എന്ന് പറയുന്ന സാധനം. ആ കൽവിളക്കിൻ്റെ സെയിം സ്ട്രക്ചറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒവ്യൂളിനുള്ളത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ വിളക്ക് കൊളുത്താൻ പറ്റിയ ഒരു സാധനം, അതേപോലെ അപ്പുറത്ത് വിളക്ക് കൊളുത്താൻ പറ്റിയ ഒരു സാധനം, ഇങ്ങനെ
ഇങ്ങനെയുള്ള രീതിയിലാണ് ശരിക്കും ആക്ച്വലി ഇതിൻ്റെയൊക്കെ അറേഞ്ച്മെൻറ്റ് വരുന്നത്. വെദർ അതൊരു മെയിൽ കോൺ ആയിക്കോട്ടെ ഫീമെയിൽ കോൺ ആയിക്കോട്ടെ, അത്രയാണ്. സ്ട്രക്ചറലി ഇറ്റ് ഈസ് സംവാട്ട് സിമിലർ ആണ്. ഓക്കെ, അപ്പോൾ അതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ മെയിൽ ഫ്ലവേഴ്സിനെ കുറിച്ചിട്ട് പറഞ്ഞു. ദെൻ ഇതിനകത്തുള്ള ഒരു ഇൻഡിവിജ്വൽ മെയിൽ ഫ്ലവേഴ്സിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, മെയിൽ ഫ്ലവറിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹൗ ഇറ്റ് വിൽ ബി നോക്കുക. ഈച്ച് ഫ്ലവർ അറൈസ് ഫ്രം എ ബ്രാക്റ്റ്, ഒരു ബ്രാക്റ്റിൽ നിന്നുമാണ് അറൈസ് ചെയ്യുന്നത്. അങ്ങനത്തെ ബ്രാക്റ്റുകൾ ഫോം ചെയ്തിട്ടാണ് ക്യുപ്യൂൾ ഉണ്ടാവുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ബ്രാക്റ്റിൽ നിന്നുമാണ് ഒരു മെയിൽ ഫ്ലവർ അറൈസ് ചെയ്യുക. മെയിൽ ഫ്ലവറിൻ്റെ ഒരു പാർട്ടാണ് ബ്രാക്റ്റ് എന്ന് പറയുന്നത്. ഇനി അതിനകത്തു നിന്നും അതിൻ്റെ ഒരു സ്റ്റോക്ക് ഉണ്ട്, ഫിലമെൻ്റ് ഉണ്ട്. ആ ഫിലമെൻ്റ് എൻഡ് ചെയ്യുന്നത് 2 ഹാങ്ങിങ് സ്പൊറാഞ്ചിയയിലാണ്. ഇതാണ് ഒരു സ്പൊറാഞ്ചിയ, ഇങ്ങനെ 2 സ്പൊറാഞ്ചിയയിൽ എൻഡ് ചെയ്യും. അപ്പം നമ്മൾ ഈ ആൻജിയോസ്പേംസിൻ്റെയൊക്കെ ഫ്ലവർ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇതിന്. നോക്കിയൊക്കെ 2 സ്പൊറാഞ്ചിയ അപ്പുറത്തും അതേപോലെ തന്നെ ആ ഒരു സ്ട്രക്ചറിനോട് സിമിലാരിറ്റി കാണിക്കുന്ന രീതിയിലാണ് നീറ്റത്തിൻ്റെ മെയിൽ ഫ്ലവർ എന്ന് പറയുന്നത്. അപ്പം മെയിൽ ഫ്ലവറിനെ കുറിച്ചിട്ട് പറഞ്ഞു. കോൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞു, മെയിൽ കോൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞു, മെയിൽ ഫ്ലവർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞു, മെയിൽ ഫ്ലവേഴ്സിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞു. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഫീമെയിൽ ഫ്ലവർ അല്ലെങ്കിൽ ഫീമെയിൽ സ്ട്രോബൈലസ് അല്ലെങ്കിൽ ഫീമെയിൽ കോൺ, എന്ത് വേണമെന്നുണ്ടെങ്കിലും പറയാം. ഇതിനകത്ത് എന്തുള്ളൂ ഡിഫറൻസ്? അറേഞ്ച് ചെയ്തിട്ടുള്ള സാധനം കോളറിൽ നിന്നും അറൈസ് ചെയ്യുന്നത്. കോളർ എന്നുള്ളതിൻ്റെ ഒരു പേര് ഇവിടുത്തെ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിലാണ് ക്യുപ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ള പേര് പറഞ്ഞത്. ഇവിടെ നമ്മൾ കോളർ എന്ന് തന്നെ പറഞ്ഞാൽ മതി. കോളറിൽ നിന്നും അറൈസ് ചെയ്യുന്നത് 4 to 10 ഒവ്യൂൾസ് ആണെങ്കിൽ, 4 to 10 ഒവ്യൂൾസ് ഫ്രം എ കോളർ, അതാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫീമെയിൽ കോൺ അല്ലെങ്കിൽ ഫീമെയിൽ സ്ട്രോബൈലസ്. അപ്പോൾ ഇതിനെയാണ് ഞാൻ ഈ ഫീമെയിൽ കോൺ എങ്ങനെയായിരിക്കും, കണ്ടില്ലേ ഇതൊക്കെ ഒവ്യൂളാണ്. ഒരു ഒവ്യൂളിനെ കുറച്ച് വലുതാക്കി വരച്ചത്. ഇതിൻ്റെ ഒരു പാർട്ട് എടുത്തിട്ട് അതിൻ്റെ ഒരു നോഡ് എടുത്തിട്ട് ആ നോഡിനെ വലുതാക്കി വരച്ച് ഒരു ഒവ്യൂള് റെപ്രസെൻ്റ് ചെയ്തതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിൽ കോണിനെ കുറിച്ചിട്ടും ഫീമെയിൽ കോണിനെ കുറിച്ചിട്ടും പറയാനുള്ളത്. അപ്പോൾ നമ്മൾ മെയിൽ ഫ്ലവേഴ്സിനെ കുറിച്ച് പഠിച്ച പോലെ തന്നെ ഫീമെയിൽ ഫ്ലവേഴ്സിന് ഇക്വലൻ്റ് ആണ് എന്ത്, ഒവ്യൂൾ എന്ന് പറയുന്ന സ്ട്രക്ചർ. ഒവ്യൂൾ എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് ആയിട്ട് അതിനൊരു കവറിങ് ഉണ്ട്. ഇൻഡെഗ്യുമെൻറ്റ്സ് അത് പറയേണ്ട ആവശ്യമില്ല. ഇന്നർ ടു ദ ഇൻഡെഗ്യുമെൻറ്റ്സ് യു ക്യാൻ സി ന്യൂസെല്ലസ് അറ്റ് ദെയർ ഏർലിയർ പീരീഡ്. ഏർലിയർ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂസെല്ലസ് എന്തായിട്ട് മാറും? മെഗാസ്പോർ മദർ സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് എന്തുണ്ടാവും? ന്യൂസെല്ലസിൽ നിന്നും എൻഡോസ്പേം ഫോം ചെയ്യും. എൻഡോസ്പേമിനകത്ത് എന്തുണ്ടാവും? ഒരു എഗ് ഉണ്ടാവും. ഇവിടെ ആർക്കിഗോണിയം എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രക്ചർ ആബ്സെൻ്റ് ആണ്, മറിച്ച് എഗ്ഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആർക്കിഗോണിയം എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രക്ചർ ഇല്ല, മറിച്ച് എഗ്ഗാണ് ഉണ്ടാവുക. അതാണ് ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഒവ്യൂളിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഞാൻ മൈക്രോപൈലും ചലാസെലൻറ്റും അതിനെ കുറിച്ചിട്ടൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, കാരണം എല്ലാ ഒവ്യൂളിൻ്റെയും സ്ട്രക്ചർ പോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ നെക്സ്റ്റ് നമുക്ക് എന്താ വേണ്ടത്? മെയിൽ ഗ്യാമേറ്റ് ഉണ്ടാവണം, ഫീമെയിൽ ഗ്യാമേറ്റ് ഉണ്ടാവണം. മെയിൽ ഗ്യാമേറ്റ് എന്തിൽ നിന്നാണ് ഉണ്ടാവുക? പോളൻ ഗ്രെയിൻസിൽ നിന്ന് അല്ലെങ്കിൽ മൈക്രോസ്പോറിൽ നിന്ന്. ഫീമെയിൽ ഗ്യാമേറ്റ് അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, എൻഡോസ്പേമിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ മെയിൽ ഗ്യാമറ്റോഫൈറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് ബിഫോർ പോളിനേഷൻ അല്ലേ, പോളിനേഷൻ നടക്കുന്നതിൻ്റെ മുന്നേ എന്താണ് നടക്കുന്നത് നോക്കാം. ഇവിടെ ഒരു സിംഗിൾ ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഉള്ള ഒരു ഔട്ടർ എക്സൈനും ഇന്നർ ഇൻഡൈനുള്ള ഒരു സിമ്പിൾ മൈക്രോസ്പോർ ആണുള്ളത്. ദിസ് മൈക്രോസ്പോർ അണ്ടർഗോസ് ഡിവിഷൻ ടു ഫോം ആൻ ആന്ത്രിഡിയൽ സെൽ ആൻഡ് എ ജനറേറ്റീവ് സെൽ. ദെൻ വീണ്ടും ഒരു ഡിവിഷനും കൂടി നടന്നിട്ട് പ്രോതാലിയൽ സെൽ ആൻഡ് ആന്ത്രിഡിയൽ സെൽ. ഫസ്റ്റ് ഡിവിഷനിൽ പ്രോതാലിയൽ സെൽ ഉണ്ടാകും, രണ്ടാമത്തത് ആന്ത്രിഡിയൽ സെൽ ഉണ്ടാകും. ദിസ് പ്രോതാലിയൽ സെൽ ഡസ് നോട്ട് undergo division again. Then this antheridial cell undergoes division to form two cell generative cell and tube cell. At this 3-celled stage they may get liberated from the sporangia. ഈ 3 സെൽഡ് ആയിട്ടുള്ള സ്റ്റേജിലാണ് സ്പൊറാഞ്ചിയയുടെ പുറത്തേക്ക് ഇതിനെ ലിബറേറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി പോളിനേഷൻ ഈസ് അഫക്റ്റഡ് ബൈ വിൻ, ആനിമോഫിലിയാണ് കാണിക്കുന്നത്. അറ്റ് ദ ടൈം ഓഫ് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ പോളിനേഷൻ്റെ സമയത്ത് a liquid will be oozed out from the ovule. This chemoattractive liquid will coat this 3-celled pollen grains.
in this region, at this region. Okay, ini here when pollen grains reaches to this area or this region, then female gametophyte ന്റെ ഡെവലപ്മെന്റ് വരും. ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് എന്തായിട്ട് മാറും? എൻഡോസ്പേം ആയിട്ട് മാറും. അപ്പോൾ ഒവ്യൂളിൻ്റെ സ്ട്രക്ചർ എടുത്തപ്പോൾ എൻഡോസ്പേം ആദ്യം പറഞ്ഞുകൊണ്ട് കൺഫ്യൂസ്ഡ് ആവണ്ട. ഇതെപ്പോഴാണ് ഒവ്യൂളിൽ എൻഡോസ്പേം ആയിട്ട് മാറുക? എപ്പോഴാണോ പോളൻ ഗ്രെയിൻ ഇവിടെ വന്ന് ടച്ച് ചെയ്യുന്നത് അതിനുശേഷമാണ് ഇവിടുത്തെ എൻഡോസ്പേം എന്നുള്ള സ്ട്രക്ചർ ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ മുന്നേ പഠിപ്പിച്ചിട്ടുള്ള ന്യൂസെല്ലസ് മുതൽ മൈക്രോസ്പോർ മദർ സെല്ല് വെച്ചിട്ട് ഞാനൊരു സീരീസ് വരച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് നോക്കാനുള്ളത്. നെക്സ്റ്റ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫ്യൂഷൻ ഓഫ് മെയിൽ. ഇപ്പോൾ ജനറേറ്റീവ് സെല്ലുണ്ട്, ട്യൂബ് സെല്ലുണ്ട്. ഈ ട്യൂബ് സെൽ വിൽ ജെർമിനേറ്റ് ആസ് എ പോളൻ ട്യൂബ്. ജനറേറ്റീവ് സെല്ലിൽ നിന്നും ഗ്യാമേറ്റ് ഫോം ചെയ്യും അല്ലെങ്കിൽ സ്പേം ഫോം ചെയ്യും. ദിസ് വിൽ പോളൻ ട്യൂബ് വിൽ ക്യാരി ദിസ് gametes to the egg. എഗ്ഗിൽ വേർ ഫെർട്ടിലൈസേഷൻ ഹാപ്പൻസ്. ഇനി എന്ത് ചെയ്യും? ഡിപ്ലോയിഡ് സൈഗോട്ട് വിൽ ബി ഫോംഡ് അല്ലേ. ഇനി ഡിപ്ലോയിഡ് സൈഗോട്ട് which undergoes mitotic division to form embryo. Here the parts of the embryo can be classified into 5 major parts. They are cotyledons, stem tip, a feeder is there to provide food and nutrients, and a root and a root cap. ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ളത്. അഡീഷണൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫീഡർ, ഒരു സ്റ്റെം ടിപ്പ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റാഡിക്കിളും പ്ലിമ്യൂളും പറയില്ലേ, അതേപോലെ തന്നെ ഫീഡറാണ് എക്സ്ട്രാ ആയിട്ട് വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. റൂട്ട് ക്യാപ്പ്. നെക്സ്റ്റ് ജെർമിനേഷൻ ഓഫ് ദ സീഡ് എന്ന് പറയുന്നത് എപ്പിജിയലാണ്. സോ ഹൈപ്പോകോട്ടൈൽ ഇലോങ്ങേറ്റ്സ് ഫസ്റ്റ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് യു ക്യാൻ സീ എ പ്രോമിനൻറ്റ് ഫീച്ചർ ആസ് ഇൻ പൈനസ് presence of polyembryony. Here you can see normal and cleavage polyembryony. ഇനി എങ്ങനെയാണ് ക്ലീവേജ് പോളിഎംബ്രിയോണി നടക്കുക? 4 മേജർ ഇതുണ്ട്, പാർട്സുകളുണ്ട് ക്ലീവേജ് പോളിഎംബ്രിയോണിക്ക്. ഒന്ന്, സൈഗോട്ട് പ്രൈമറി സസ്പെൻസേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാം. ഈ പ്രൈമറി സസ്പെൻസേഴ്സ് എംബ്രിയോ ആയിട്ട് മാറുക. അപ്പോൾ എന്താ പറഞ്ഞത്? സൈഗോട്ട് ഇത് എംബ്രിയോ ഉണ്ടാവുന്നതിൻ്റെ മുന്നേ ഇതിൽ നിന്നും സസ്പെൻസേഴ്സ് ഡെവലപ്പ് ചെയ്യുക. ഈച്ച് സസ്പെൻസർ വിൽ ഡെവലപ്പ് ഇൻ ടു എംബ്രിയോ. ഇനി ഈ സസ്പെൻസറിനെ പ്രൈമറി സസ്പെൻസർ എന്ന് വിളിക്കാം. ബിക്കോസ് ഇറ്റ് ഈസ് പ്രൈമറി ഇൻ ഒറിജിൻ.